ഹലോ, ഹെഡ്മിയിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ നേരത്തെ നമ്മുടെ സബ്സ്ക്രൈബർ ദിവീഷ് പറഞ്ഞു തന്ന ഒരു റെസിപ്പി ഇട്ടിരുന്നു. റവയും കൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം അത് കേട്ടോ. അത് പല രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. തീർച്ചയായിട്ടും വീഡിയോ എടുക്കാമേ. അതിനെ പല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ 2-3 രീതിയിൽ മാറ്റി അതിൻ്റെ റെസിപ്പികൾ ചെയ്തു. ഇന്നത്തതും ദിവീഷ് തന്നെ തന്നൊരു റെസിപ്പിയാണ്. ചിക്കനും കൊണ്ട് കേട്ടിടത്തോളം നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് എക്സ്പീരിയൻസ് ഉള്ള വീട്ടമ്മമാർക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയണ്ട, എല്ലാ വീട്ടമ്മമാരും ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. തന്നെത്താനുള്ള കണ്ടുപിടുത്തങ്ങളും നമ്മുടേതായിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ഊഹിക്കാൻ പറ്റും. അങ്ങനെ ദിവീഷ് ഈ റെസിപ്പി പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഏകദേശം എനിക്ക് ഊഹിക്കാൻ പറ്റി എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ കുറേ നാളായി ദിവീഷ് റെസിപ്പി എന്നിട്ട് കേട്ടോ, എനിക്ക് സമയം കിട്ടിയില്ല സത്യം പറഞ്ഞ ഈ റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നതാ ജോസാൻ ചിക്കൻ മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ. ചിക്കനും എത്തിയിട്ടില്ല. അതിന് മുമ്പ് അതിൻ്റെ തയ്യാറെടുപ്പ് ഞാൻ തുടങ്ങി. എന്തായാലും അത് വരുമ്പോഴത്തേക്ക് തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് ടപ്പേ നമുക്കങ്ങ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇത് ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുതേ. അപ്പോൾ എന്താണ് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ കൊച്ചുള്ളി, നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് കൊച്ചുള്ളിയാണ് വേണ്ടത്. അത് 1 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു 1/2 കിലോ വരെ കൊച്ചുള്ളി എടുക്കാം. അപ്പോൾ കറക്റ്റ് അങ്ങ് അളന്നെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്കും സംശയം മാറും. അപ്പോൾ 1/2 കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയൊക്കെ വേണമെങ്കിൽ ഒന്ന് കുറച്ചോ. എന്നാലും ഒരു ഏകദേശ കണക്ക് പറഞ്ഞ് ഇതിപ്പോൾ എത്ര, 425 ഗ്രാം അത്രയും മതി. അപ്പോൾ ഉള്ളി പൊളിക്കുവാണേ. ഇത്രയേ ഉള്ളി എങ്ങനെയാണ് ചേച്ചി പെട്ടെന്ന് പൊളിച്ചെടുക്കുന്നേ, പറ്റുമോ എന്നൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിത്തിരി വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് നെക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ആണ് ഞാൻ പൊളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ഉള്ളി ഒന്ന് നനയ്ക്കുന്നെന്നും പറയാം. നനഞ്ഞ ഉള്ളി പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. അധികം സമയമൊന്നും വേണ്ട. ഞാനിപ്പോൾ ടപ്പേന്ന് അങ്ങ് പൊളിച്ചെടുക്കും. എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ ഇടാതെ നമ്മൾ പൊളിക്കുവാണെങ്കിൽ പാടാണെന്ന്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നനച്ചിട്ട് പൊളിക്കുമ്പോൾ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഇതറിയാൻ വയ്യാത്ത വീട്ടമ്മമാരും ഇല്ല. അറിയാത്ത കുട്ടികൾ, എന്താണ് പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കട്ടെ. ജോസാൻ വരാൻ ഇത്തിരി താമസിക്കും. വേറെയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇപ്പോൾ അധികം അങ്ങനെ പുറത്ത് പോകാത്തതുകൊണ്ടേ കുറേ സാധനങ്ങൾ കമ്മിയാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യമുള്ളതൊക്കെ മേടിക്കാനായിട്ട്. ഒത്തിരി പേര് ഇപ്പോൾ പറയുന്നതാണ് എന്തോ പ്രോഡക്റ്റുകൾ വിൽക്കുന്നെന്നും പറഞ്ഞ് അതെല്ലാം കൂടെ സ്വന്തം മുഖത്തിട്ടിപ്പോൾ ഗ്ലാമർ കൂടി വരുവാണ്, കളർ രണ്ടുപേരുടെയും കൂടി എന്നൊക്കെ. ആണോ? കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ എന്താ ഇടുന്നതെന്ന്. ഞാൻ യൂസ് ചെയ്യുന്നത് റെഡിങ് ഗ്ലോ ഫേസ് വാഷും ഫെയർനെസ് ഫോർമുല എന്നുള്ള ക്രീമില്ലേ. അപ്പം ചിലർ ഫേസ് വാഷ് മാത്രമായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ, അതോടൊപ്പം ക്രീം കൂടി ഇടുകയാണെങ്കിലാണ് ബെസ്റ്റ് റിസൾട്ട്. അതുപോലെ ക്രീം മാത്രമായിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്യുമെന്ന് ഞാൻ പറയാറുണ്ട്. ആ ഫേസ് വാഷ് കൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് കൂടെ ഒന്ന് യൂസ് ചെയ്യും. ഇത് രണ്ടും കൂടെ ആകുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതെന്ന്. അതായത് പണ്ട് ഉണ്ടല്ലോ, ഷാമ്പു ഏത് കമ്പനിയുടെ ആണോ അതേ കമ്പനിയുടെ കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ്. ആദ്യം എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഷാമ്പു ഒരു കമ്പനിയുടെയും കണ്ടീഷണർ വേറെ ആയിരുന്നു മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം മുടി ഒന്ന് ലെവൽ ചെയ്യിക്കാനായിട്ട് ഒരു പാർലറിൽ പോയപ്പോൾ അവിടുത്തെ പുള്ളിക്കാരിയാണ് പറഞ്ഞത് അങ്ങനെ യൂസ് ചെയ്യരുത്. ഏത് കമ്പനിയുടെ ആണോ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്നത് ആ കമ്പനിയുടെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് എന്ന്. അപ്പോൾ അതേപോലെയാണ് ഇവിടെയും ഫോർമുല. നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് അവരുടെ തന്നെ ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതേ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. അതേപോലെ തന്നെ ഏതിൻ്റെ ക്രീമാണോ യൂസ് ചെയ്യുന്നത് അതേ ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഫേസ് വാഷും പിന്നെ ഫേസ് ക്രീമും. ഞാൻ യൂസ് ചെയ്യുന്നത് റെഡിങ് ഗ്ലോ ഫേസ് വാഷ്, കാരണം എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. ജോസാൻ യൂസ് ചെയ്യുന്നത് 3-in-1 ഫേസ് വാഷ്. ജോസാൻ്റെ നല്ല ഓയിലിയാണ്. പീസ് കുറച്ച് ചെറുതായിട്ടും
ചിലത് മീഡിയം ആയിട്ടും. ചെറുതെന്ന് പറഞ്ഞാലേ കുറച്ച് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു മെഴുക്കുവരട്ടി പരുവോ ഇല്ലയോ, കുറച്ച് കുറച്ച് വലുതായിട്ടും. ആ, കുറച്ച് മെഴുക്കുവരട്ടി പരുവത്തിന് ചെറുതായിട്ട്, ബാക്കി നമ്മുടെ മീഡിയം സൈസ് കറി വെക്കുമല്ലോ, അങ്ങനെ ഒരു പകുതി പകുതി. 1 കിലോയോളം ചെറിയ പീസും ബാക്കി വലിയ പീസും. ലെഗ് പീസ് അങ്ങനെ തന്നെ ഇട്ടേരെ. ചിക്കൻ മേടിക്കാൻ പോയിടത്തുനിന്ന് ഫോൺ വന്നതാ. ഞാൻ പറഞ്ഞു വിട്ടേ എങ്ങനെ പീസാക്കണ്ടേന്ന്. അപ്പൊ ഈ ചിക്കൻ മേടിക്കുന്നതേ ഇവിടെ ഓടനാവട്ടമല്ല, അയ്യോ ഒരു സ്ഥലം പറയുമല്ലോ, ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ ചിക്കൻ മേടിക്കാൻ പോയിടത്തെ ആ കൊച്ചനുണ്ടല്ലോ, ആ പയ്യൻ നല്ല ഫ്രണ്ട്ലിയാണ്, നന്നായിട്ട് എനിക്ക് ക്ലീൻ ചെയ്ത് തന്നു വിടും. അപ്പൊ എങ്ങനെ പീസ് വേണ്ടിയെന്ന് ചോദിച്ചത്. ഞാൻ ജോസേൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടെ അവനെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. അസ്ലം ആ പയ്യൻ്റെ പേര്. നല്ല ക്ലീനിങ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്രയും ചിക്കൻ പല കടകളിൽ നിന്നും മേടിച്ചതിൽ ക്ലീനിങ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കടയിലെ മാത്രമേ ഉള്ളൂ. ഓടനാവട്ടം വരെ പോണ്ട ചുങ്കത്തറയോ അങ്ങനെയാണെന്ന് തോന്നുന്നേ, എനിക്കും കറക്റ്റ് അറിയത്തില്ല, എനിക്കൊരു ഓർമ്മ അങ്ങനെ പറഞ്ഞ പോലെ. അപ്പോഴേ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഞാനിവിടെ ചിക്കൻ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, ഇപ്പോഴാണ് വന്നത്. അപ്പം ഞാനിത് 2 രീതിയിലാണ് കട്ട് ചെയ്ത് മേടിച്ചേക്കുന്നത്. കുറച്ച് കറിക്ക് ഇത്തിരി വലിയ പീസും കുറച്ച് ചെറിയ പീസുകളും. അപ്പം ആദ്യം ഇതിനെ ഇത്തിരി ഒന്ന് സെപ്പറേറ്റ് ആക്കട്ടെ, എന്നിട്ട് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാറ്റട്ടെ. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വലിയ ഒരു കഷ്ണം ഇഞ്ചിയാണ് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടുണ്ട്, അതുപോലെ 1 പിടി വെളുത്തുള്ളി. ഇനിയിപ്പോൾ ടേബിൾ സ്പൂൺ കണക്ക് പറഞ്ഞാൽ അരച്ച ശേഷം അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇന്നത്തെ ഡിഷ് നമ്മുടെ പുതിയ ന്യൂട്രിയോൺ കാസ്റ്റ് അയൺ കടായിക്കകത്താണ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, മേടിച്ചതും മയക്കിയതും ഒക്കെ. അപ്പോൾ സ്കില്ലറ്റ് യൂസ് ചെയ്തു, അടുത്ത ഇനി ഇത് യൂസ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ ഡിഷിന് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അത്യാവശ്യം ഇത്തിരി വെളിച്ചെണ്ണ വേണം. പിന്നെ നമ്മുടെ ഈ കടായും പുതിയതാണല്ലോ, ഓരോ പ്രാവശ്യവും നമ്മളിത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെളിച്ചെണ്ണ പുരട്ടി വെക്കണം, അത് മെയിനാണ്. ഞാൻ നമ്മുടെ സ്കില്ലറ്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് കഴുകി അങ്ങോട്ട് വെള്ളം തോരാനായിട്ട് വെച്ചു. സാധാരണ അന്നേരം തന്നെ തുടച്ചങ്ങ് വെളിച്ചെണ്ണ പുരട്ടുന്നതാണ്. വെള്ളം തോരട്ടെന്നും പറഞ്ഞ് വെച്ചിട്ട് പോയി, ഞാൻ മറന്നും പോയി. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ തിരുവനന്തപുരത്തും പോയി, വന്ന് നോക്കിയപ്പം അകം മൊത്തം ഒരു വല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ കളറും ഇത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോൾ. അയ്യോ, കാര്യം പറഞ്ഞിരുന്നാൽ റെഡി ആവത്തില്ല. നമുക്കിനി ഇതിനകത്തേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അയക്കാനുള്ള അഡ്രസ്സും അഡ്രസ്സിൽ വെക്കേണ്ട ഫോൺ നമ്പറൂടെ ഒന്ന് ഇട്ടേക്കണേ. ഇതല്ല. ഇനി ഞാനിതിലേക്ക് വറ്റലുമുളക്, കാശ്മീരി അല്ല സാധാ വറ്റലുമുളകാണ്, ഞാനൊരു 18 എണ്ണം എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ്റെ ആണേ കാണിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴട്ടാം. പുതിയതായതുകൊണ്ട് ഇത്തിരി കൂടി എണ്ണ വേണം. അപ്പോൾ നമ്മുടെ ഈ ഡിഷിന് അത്യാവശ്യം ഇത്തിരി വെളിച്ചെണ്ണ വേണേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വലിയ ഉള്ളി ഞാൻ 2 ആക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴട്ടാം. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുകൂടി ചേർക്കണം. തേങ്ങ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ വീട്ടിൽ തേങ്ങയുണ്ട്, ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ചിക്കനും ബീഫിനും ഒക്കെ തേങ്ങ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില, ഒരു നാടൻ ടേസ്റ്റ് വരേണ്ടത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് മല്ലിയിലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കറിവേപ്പില ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വയളട്ടെ. നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് വന്നു. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പം വീഡിയോയിൽ ഇതിട്ട് ഇളക്കിയ ഭയങ്കര സൗണ്ട് കേൾക്കും, അപ്പം മാറ്റാം. വീഡിയോ അല്ലാത്തപ്പോൾ ഞാൻ മറ്റേത് തവിയിട്ടാണ് ഇളക്കിയേ. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ദിവീഷ് വറ്റലുമുളക് 1 എണ്ണം ഒരു 3 എണ്ണം ആക്കിയാൽ മതിയെന്നാണ് പറഞ്ഞത്. ഞാൻ ഇത്തിരി ചെറുതായിട്ടങ്ങ് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 3/4 ഭാഗത്തോളം വഴണ്ടു. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, ചിക്കനോടുള്ള ഉപ്പങ്ങ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചെറിയ പീസാക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഞാൻ ചെറിയ പീസാക്കിയിരുന്നേ.
ഇത്തിരി വലുതൊന്ന് ചെറുതാക്കിയതാണ് ഇപ്പം. അപ്പോൾ ഇതിനേക്കാളും ഇച്ചിരി കൂടി ചെറുതാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇച്ചിരി മെഴുക്കുവരട്ടി പരുവെന്ന്. പക്ഷേ അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ലല്ലോ. ഒരിത്തിരി വലുതായിട്ടാണ് തന്നെ. ഞാൻ പിന്നെ വീണ്ടും അത് ചെറുതാക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഉപ്പ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെന്തിട്ട് ചേർക്കാം. ഇപ്പോൾ ഇതിനകത്തിട്ട് ഉപ്പേ ഉള്ളൂ. ഉള്ളി കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല എരിയുണ്ട്. നമ്മുടെ ചിക്കന് വേണ്ടിയുള്ള എരി ഉണ്ട്. ഇതിനകത്ത് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമുക്ക് അടച്ചു വെച്ച് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട, അടച്ചു വെച്ച് വേവിക്കാം. തീ ഞാൻ മീഡിയം ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ കൊള്ളാൻ പരിപാടി കാണാൻ രസമുണ്ട്. നമ്മളൊട്ടും വെള്ളം ചിക്കൻ ഒഴിച്ചതല്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇത്. ഞാനിടയ്ക്ക് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. വെന്തിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല പരുവമായി, നല്ല മണവും വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെ. എനിക്ക് റെസിപ്പി തന്നപ്പോൾ അതിനകത്ത് ഗരം മസാലയൊന്നും ചേർക്കുന്നത് പറഞ്ഞില്ല. ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളായിരുന്നു. അപ്പം മറന്നതാണോന്നറിയാൻ ഞാൻ വീണ്ടും ദിവിഷിന് മെസ്സേജ് ഇട്ട് ചോദിച്ചു, ഗരം മസാല വേണ്ടേ? ഗരം മസാല വേണ്ട, ഇത്രയും മാത്രം മതി. എരി നോക്കിയ ശേഷം എരി ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കുരുമുളക് പൊടി ചേർക്കണ്ട. അതല്ല ഒരിത്തിരി മണത്തിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. എനിക്കിപ്പോൾ എരി പരുവമാണേ. ഒരിത്തിരി കുരുമുളക് പൊടി ചേർക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. സ്റ്റീൽ തവി ഇട്ടൊന്ന് ഇളക്കുക. സൗണ്ട് വരുവാന്നേന്ന് ക്ഷമിക്കണേ. സംഭവം നല്ല ടേസ്റ്റാണേ. ആ വറ്റൽമുളകിൻ്റെ കളറാണ് ഈ ചിക്കനകത്തേട്ട് ഇറങ്ങി. ഈ കളറ് നല്ല ടേസ്റ്റിയാണ് സംഭവം. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ. എല്ലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിലത് എല്ലിനകത്തുനിന്ന് വിട്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെറു തീയിലിട്ട്, ഞാനൊരു മീഡിയം തീയിൽ ആദ്യം ഇട്ടത്. ആ വെള്ളം ചിക്കൻ്റെ ഇറങ്ങി കഴിഞ്ഞ ശേഷം ഇത്തിരി തീ കൂട്ടിയും കുറച്ച് വിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. ആ കുരുമുളക് വന്നപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റേ വേറെ ഒരു ലെവലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എത്രയും ഡ്രൈ ആക്കണം, എത്രയും റോസ്റ്റ് ആക്കണം, നമുക്കതുപോലെ ചെയ്തെടുക്കാം. മുളക് വേണ്ടാന്നുണ്ടെ സൈഡിൽ വെക്കണേ. നല്ല അടിപൊളിയാണ്. ഇതിന്റെ മുളകിന് എരിയില്ല. ആണോ? എരിയുണ്ട്. അത് എന്റെ എരിയല്ല അതിനകത്ത് ഇറങ്ങിയതാ ചിക്കനകത്തെ. മലപ്പുറത്തുള്ള സബ്സ്ക്രൈബർ പറഞ്ഞു തന്നെ ഒരു ചിക്കനാണ് ഇത്. ചിക്കൻ ഇഷ്ടപ്പെട്ടോ? നല്ലതാണ്. അപ്പം ഇതെല്ലാരും ഉണ്ടാക്കണേ. ഇപ്പം വാട്സപ്പിൽ ചേച്ചിക്ക് ഒരുപാട് റെസിപ്പി കിട്ടുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം അതിലൊന്നായത് ഇതിനകത്ത് ദാണ്ട് കണ്ട മുളകൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ മുളക് കഴിക്കാനല്ലേ ജോസൻ കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ മുളകിന്റെ ആ എരിയും നീരും എല്ലാം ചിക്കനകത്ത് പിടിച്ചേ. അപ്പൊ മുളകിന് അധികം എരിയില്ല. അപ്പൊ ദിവിഷിന് ഞങ്ങളുടെ വക ഒരു താങ്ക്സ്. ഇനി ഇതേപോലുള്ളതൊക്കെ പറഞ്ഞു തരണേ. നല്ല ഈസി റെസിപ്പിയാ. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊച്ചുള്ളിയാണ് ടേസ്റ്റ്. ഞങ്ങളെ കാണുന്ന എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിക്കണേ. കാര്യം ഞങ്ങൾ മാത്രം കഴിച്ചാൽ പോരാ, നല്ല ടേസ്റ്റാണ്. ചിക്കൻ ആയതുകൊണ്ട് ഇല്ല പറയാൻ വേണ്ട ജോസ്മോന്. കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ചിക്കൻ ഇല്ലയോ? എരിയൊന്നും അധികം ഇല്ലല്ലോ. ഒന്നുമില്ല. ഞാൻ 1 കിലോയ്ക്ക് 18 വറ്റൽമുളകാണ് ഇട്ടത്. ചെറുതും വലുതുമായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടി ഇട്ടു. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മസാല. പക്ഷേ നിങ്ങൾ ഇത് ഇച്ചിരി പെറോട്ടയും കൂടെ മേടിച്ച് അയ്യോ ഗ്രേവി എന്നിട്ട് ഇതങ്ങോട്ട് കഴിക്കണം കേട്ടോ. ഞാൻ നോക്കട്ടെ, ഇന്ന് ഒക്കെങ്കിൽ പെറോട്ടയും കൂടെ മേടിക്കും. അയ്യോടെ മോനെ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇന്നലത്തെ ഓമയ്ക്ക കറിയുണ്ടേ. ഓമയ്ക്ക കറിയും ചിക്കൻ ഫ്രൈയും. ഇതിന് ദിവീഷ് പറഞ്ഞ പേര് ഉള്ളിച്ചിക്കൻ ഇതിന്റെ പേര്. കാരണം കൊച്ചുള്ളിയാണല്ലോ കൂടുതൽ ചേർക്കുന്നേ. അപ്പൊ ദിവീഷ ഇനി ഇതേപോലുള്ള റെസിപ്പി എന്തെങ്കിലുമൊക്കെ വേറെ എന്ത് റെസിപ്പി ഉണ്ടെങ്കിലും പറയണേ. പ്രത്യേകിച്ച് ചിക്കൻ്റെ നല്ല ടേസ്റ്റാ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാമേ. ടിൽ ദെൻ ബൈ.
ഗോഡ് ബ്ലസ് യു. ഓക്കെ, ഞങ്ങൾ ബെറോട്ടയും കൂടെ കഴിക്കട്ടെ, തരം കാണിക്കാം. ഇപ്പഴല്ല, വൈകിട്ട്. വൈകിട്ട് ഇത് ഉച്ചക്കലത്തെയാണ്. ഓക്കെ, ബൈ.